ഇതുവരെ ഔദ്യോഗികമായ ഒരു ചർച്ച നടന്നതായിട്ട് എനിക്കറിയില്ല. എന്നോടാരും സംസാരിച്ചിട്ടില്ല. നാളത്തെ യോഗം വിളിച്ചിരിക്കുന്നത് ഓരോ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സംസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെ വിളിക്കുന്ന ഒരു പതിവ് AICCക്കുണ്ട്. ഇന്നിപ്പോൾ ആസാമിലെ വിളിക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് കേരളത്തിൽ വിളിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലും വരുന്ന ഒരു വർഷത്തിനിടയിൽ തെരഞ്ഞെടുപ്പിന് പോകുന്ന സംസ്ഥാനങ്ങളുടെ നേതാക്കളെ വിളിച്ചൊരു ചർച്ച എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നാളെ കേരള നേതാക്കളെ വിളിച്ചിരിക്കുന്നത്. അതിൽ ഇത് ചർച്ച ഉണ്ടാകുമെന്ന് എനിക്ക് അറിയില്ല. ഉണ്ടാവും. കോൺഗ്രസിനകത്ത് അങ്ങനെ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഞാൻ കാണുന്നില്ല. എല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്. പിന്നെ ഇഷ്യൂസ് വരുമ്പോൾ ചിലപ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പാർട്ടിക്കകത്തൊക്കെ പറയുമായിരിക്കും. അതൊക്കെ കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയിൽ സ്വാഭാവികമാണ്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. പാർട്ടിയുടെ തീരുമാനമാണ് അന്തിമം. അല്ല, അതൊക്കെ ഉണ്ടാകുമായിരിക്കും. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് പാർട്ടിയാണ്, പാർട്ടി ഹൈക്കമാൻഡാണ്. അപ്പോൾ ഹൈക്കമാൻഡ് ഒരാളിനെ KPCC പ്രസിഡൻ്റായിട്ട് തീരുമാനിച്ചാൽ എല്ലാവരും അംഗീകരിക്കും. ഞാൻ തലസ്ഥിതി തുടരണമെന്ന് പറഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കും. അതിൽ അന്തിമ തീരുമാനം പാർട്ടിക്കുള്ളതാണ്. അല്ല, ഞാൻ പറഞ്ഞത് അതെല്ലാം തീരുമാനിക്കുന്നതും വിലയിരുത്തുന്ന ഒരു അഭിപ്രായ ഐക്യം ഉണ്ടാക്കുന്നതും ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് അങ്ങനെ തീരുമാനമെടുത്താൽ എല്ലാ പാർട്ടി പ്രവർത്തകരും അംഗീകരിക്കും. ശശി തരൂരിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചോ? അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്ത് പ്രശ്നം? അത് അദ്ദേഹം തന്നെ പറഞ്ഞത് നിങ്ങളത് മുഴുവൻ വായിക്കാത്തതുകൊണ്ടാണെന്ന്. അതിനകത്ത് അദ്ദേഹം അങ്ങനെ ആരെയും വിമർശിച്ചിട്ടൊന്നുമില്ലല്ലോ. ഞാൻ അദ്ദേഹമായിട്ട് ഫോണിൽ സംസാരിച്ചതാണ്. എനിക്ക് അദ്ദേഹമായിട്ട് അങ്ങനൊരു പാർട്ടിക്കെതിരായ നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നത് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. അതൊന്നും ഞാൻ മറുപടി പറയാനില്ല. സംസ്ഥാനത്ത് ലഹരി മരുന്നിന്റെ വർധനവ് കാര്യമായി തന്നെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലഹരി ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങളും വർദ്ധിക്കുന്നു. എന്താണ് കോൺഗ്രസ്? തീർച്ചയായിട്ടും അടുത്ത കാലത്ത് ഇറങ്ങിയ ചില സിനിമകൾ, ഞാൻ പേര് പറയുന്നില്ല, സിനിമകൾ വലിയ തോതിൽ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുകയാണ്. മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ച് വയലൻസിന് പ്രാധാന്യം കൊടുക്കുന്ന സിനിമകളെ സംബന്ധിച്ച് ഗൗരവപൂർവമായ ഒരു വിലയിരുത്തലും നിയന്ത്രണവും അനിവാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇപ്പോൾ തന്നെ ചേന്ദമംഗലത്ത് ഒരു കൂട്ടക്കൊലപാതകം ഉണ്ടായി, ചെന്താമരയുടെ കൊലപാതകം ഉണ്ടായി. ഇന്നലെ തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിൽ 6 പേരെ കൊന്നു. എന്താ കുട്ടിയുടെ പേര്? കൊന്നു. ഇങ്ങനെ കൂട്ടക്കൊലപാതകങ്ങൾ നടക്കുന്ന ഒരു അവസരം കേരളത്തിൽ ആദ്യത്തേതാണ്. ഇതിനകത്ത് മദ്യവും മയക്കുമരുന്നും കേരളത്തിൽ വളരെ വ്യാപകമാണ്. ഇതൊന്നും നിയന്ത്രിക്കാൻ ഇവിടെ ഗവൺമെൻറ് ഇല്ല. ഗവൺമെൻറ് വിചാരിച്ചാൽ 1 മണിക്കൂറിനാണ് നിയന്ത്രിക്കുക. ഞാൻ നിയന്ത്രിച്ച് കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരാളാണ്. 1 മണിക്കൂർ മതി കേരളത്തിൽ മദ്യത്തിൻ്റെ മയക്കുമരുന്നിൻ്റെ വ്യാപനം തടയാൻ. മുഴുവൻ ആളുകളെയും റെയ്ഡ് ചെയ്ത് പിടിക്കാൻ ഒരു തീരുമാനം ആഭ്യന്തര വകുപ്പ് എടുത്താൽ 1 മണിക്കൂർ കൊണ്ട് കേരളത്തിലെ ഈ മയക്കുമരുന്നിൻ്റെ വ്യാപനം തടയാൻ കഴിയും. അപ്പോൾ ഗവൺമെൻറ് അതിനകത്ത് ഇച്ഛാശക്തിയില്ല. മയക്കുമരുന്നിൻ്റെ കേന്ദ്രമായി കേരളം മാറുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലായിടത്തും അക്രമങ്ങളാണ്, വ്യാപകമായ അക്രമങ്ങൾ നടക്കുകയാണ്. അതിൻ്റെ കൂടെയാണ് RDX, കൊത്ത്, ഓരോ സിനിമയുടെ പേരുകളാണ് ഇതെല്ലാം. RDX, കൊത്ത്, മാർക്കോ, ഇത്തരം സിനിമകൾ വന്നിട്ട് ആളുകളെ വലിയ തോതിൽ ചെറുപ്പക്കാരെ പ്രത്യേകിച്ചും അക്രമങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ തടയേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ്. ഗവൺമെൻറ് ഇവിടെ നിഷ്ക്രിയമായിരിക്കുകയാണ്. സംസ്ഥാനത്തുടനീളം വ്യാപകമായ കൊലപാതകങ്ങളും അക്രമങ്ങളും അതോടൊപ്പം മയക്കുമരുന്നും നടക്കുമ്പോൾ സർക്കാർ നിർജീവമാണ്. എന്തുകൊണ്ട് സർക്കാർ ആക്ട് ചെയ്യുന്നില്ല? അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതൊരു വലിയ ക്രമസമാധാന പ്രശ്നമായി കേരളത്തിൽ വളർന്നു വരികയാണ്. ഒരു മര്യാദയുമില്ലാതെ ഈ മയക്കുമരുന്ന് ഉപയോഗിച്ച് ആളുകൾ അമ്മയെ കൊല്ലുന്നു, അച്ഛനെ കൊല്ലുന്നു, വെട്ടിക്കൊല്ലുന്നു, സഹോദരങ്ങളെ കൊല്ലുന്നു. ഈ നിലയിലേക്ക് ഇത് വളർന്നു വരികയാണ്. ഇതൊരു ക്രമസമാധാന തകർച്ചയിലേക്ക് കേരളം എത്തുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്ന ഒരു കാര്യം. അതൊക്കെ നിയന്ത്രിക്കാനാണ് സർക്കാർ സംവിധാനങ്ങൾ. സർക്കാർ വിചാരിച്ചാൽ ഇതൊക്കെ നിയന്ത്രിക്കാൻ കഴിയും. എന്തുകൊണ്ട് നിയന്ത്രിക്കുന്നില്ല? അപ്പം അങ്ങനെ സർക്കാരിൻ്റെ നിയന്ത്രണമില്ലാത്തത് കൊണ്ട് ഏത് മാർഗത്തിലൂടെയും ജനങ്ങളെ വഴിതെറ്റിക്കാനും അക്രമങ്ങളിലേക്ക് നയിക്കാനും ശ്രമിക്കുന്നു എന്നുള്ളത് ആപൽക്കരമായ ഒരു പ്രവണതയാണ്. UDF ഒരിക്കലും SDPIക്ക് നോട്ട് ചെയ്യത്തില്ല. അവിടുത്തെ എന്താണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഉണ്ടാകാൻ യാതൊരു സാധ്യതയില്ല.